ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ മാവ് നിൽക്കുന്നുണ്ട്. അതിലൊരിക്കൽ മഴയത്ത് അത് മഴയ്ക്ക് മുമ്പ് ഒരു 2 പൂവ് വന്നേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കവറൊക്കെ കെട്ടിയിട്ടാലേ മാവ് നമുക്ക് മാങ്ങ കിട്ടും, പൂവ് തൊഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ 2 മാങ്ങ എനിക്ക് കിട്ടി. പക്ഷേ നമ്മളത് പഴുപ്പിച്ചപ്പോഴേ ഒരു മാങ്ങ നമുക്ക് കിട്ടി, ഒന്ന് അഴുകിപ്പോയി. അത് ഒന്നും കുറച്ച് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം മാങ്ങ കായ്ക്കില്ലായിരുന്നു. ചെറിയ ഒരു മാവാണേ, ഇതാ കണ്ട, ചെറിയ ഒരു മാവാണ്. ആ മാവിൻ്റെ മൂട് കണ്ട, ഇതാ അതാണേ. അപ്പോൾ ചെറിയ ഒരു മാവായിരുന്നു. അപ്പം കുറച്ച് ദിവസം ഒരു ചെറിയ മാവല്ലേ എന്ന് വിചാരിച്ച് ഒരു 2 പൂവൊക്കെ വന്ന് അതിൻ്റെ മാങ്ങയാണ് കാച്ചതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, മീൻ കഴുകി മാവിൻ്റെ മൂട്ടിൽ വീഴ്ത്തിയാലേ ഒരുപാട് മാങ്ങ കായ്ക്കുന്നു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും ഞാനത് ചെയ്തു. മീനൊക്കെ കിട്ടുമ്പോഴേ കഴുകി അതിൻ്റെ മൂട്ടിൽ ആ വേസ്റ്റ് വെള്ളം വീത്തുമായിരുന്നേ. അപ്പോൾ 2-3 മാസം കൊണ്ടാണ് ആ വെള്ളം ഞാൻ വീത്തുന്നത്. പക്ഷേ വീത്തിയതിന് ശേഷം ഇപ്പോൾ വന്നതാ കണ്ട, ഇപ്പോൾ വന്ന എല്ലാ മാവിൽ വന്ന എല്ലാ പൂവും എനിക്ക് വേസ്റ്റ് ആയിട്ടില്ല. എല്ലാം കണ്ട ഇഷ്ടം പോലെ. കാരണം ഈ ഒരു കൊണ്ടേ ഉള്ളൂ എനിക്ക്. ഈ ഇത്രയും കാണുന്ന ഒരു കൊണ്ടേ ഉള്ളൂ. പക്ഷേ അതിൽ വന്ന പൂവെല്ലാം എനിക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഒന്നും പാഴായിട്ടില്ല. കാരണം മീൻ വെള്ളത്തിന് അത്ര ഒരു എഫക്റ്റ് ഇരിക്കുന്നുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എനിക്കൊരാൾ പകർത്തി തന്ന കാര്യത്തെ ഞാൻ അടുത്തൊരാളിന്, ഇപ്പോൾ ഒരാളല്ലല്ലോ എൻ്റെ വീഡിയോ കാണുന്ന, എല്ലാവരും ഇത് കാണുന്നതല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലിതുപോലെ വൃക്ഷങ്ങൾ, മരം, ഈ മാവ്, പ്ലാവ്, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന എല്ലാ മരങ്ങൾക്കും മീൻ വെള്ളത്തെ വേസ്റ്റേ കളയാതെ ഇതിൻ്റെയൊക്കെ മൂട്ടിൽ വീത്തി കൊടുത്താലേ നമുക്ക് നല്ല കായ് ഒരുപാട് പിടിച്ച് കിട്ടും. കണ്ട ഇഷ്ടം പോലെ മാങ്ങ എനിക്കിത്. കാരണം ഭയങ്കര സന്തോഷം. കാരണം ചെറിയ ഒരു മാവിൽ ഒരു ചെറിയ കൊണ്ടയാണ്. ഈ മാവ് നമ്മൾ മാങ്ങ തിന്നിട്ട് അതിൻ്റെ മാങ്ങയണ്ടിയിൽ നിന്നും പൊടിച്ച് വന്ന ഒരു മാവാണ്. ഒരു 3 വർഷമായിരിക്കും അത് പൊടിച്ച് വന്നിട്ട്. സാധാരണ നമ്മൾ ബഡൊക്കെ വാങ്ങി വയ്ക്കുമ്പോഴാണ് 3 വർഷത്തിലൊക്കെ കായ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കേട്ടില്ല. കാരണം നമ്മളൊക്കെ സാധാ മാവെല്ലാം നല്ല വലുതായിട്ടൊക്കെ വളർന്നതിന് ശേഷമല്ലേ കായ്ക്കുകയുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് ആണ് എനിക്ക് ഇത്രയും കായ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.